മലയാള സിനിമയിൽ പഴയ ആൾക്കാർ ആക്ടേഴ്സും ഡയറക്ടേഴ്സൊക്കെ ചെന്നൈയിലൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ടാണ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത്. ചെന്നൈ വിടാം, ബോംബെയിലേക്ക് പോവാം. അങ്ങനെ വെറുതെ ബോംബെയിലൊരു കൂട്ടുകാരനുണ്ട്, അവനെ വിളിക്കുന്നു. ബോംബെയിൽ രാജേഷ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്തോട്ട് പോകുന്നു. അവിടെ പോയിട്ട് ഇങ്ങനെ മോഡലിങ്ങും പരിപാടി അതിനുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കുന്നു. അതിലുപരി എനിക്ക് ജോധ അക്ബറിൽ ഒരു ഹോഴ്സ് ഉണ്ട്, പുള്ളി റൈഡ് ചെയ്യുന്ന ഒരു വൈറ്റ് ഹോഴ്സ് റൈഡിങ് പഠിക്കണം. എല്ലാ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം പഠിക്കണം. ഹോഴ്സ് റൈഡിങ് അറിഞ്ഞിരിക്കണം, ഫൈറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, നൃത്തമാണെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറയരുത് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അതിനുവേണ്ടി അവിടെ പോകുന്നു, കുറേ അലയുന്നു. സ്വാഭാവികം, ഒന്നും നടക്കുന്നില്ല. പൈസയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളം എത്തുന്നു. എറണാകുളം എത്തിയിട്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള. അവൻ താമസിക്കുന്നത്, അവരൊക്കെ ആ സമയത്ത് ജോലി ചെയ്യുമ്പോൾ താമസിക്കുന്ന 5-6 പേര് ഒരുമിച്ചൊരു വീട്ടിൽ മുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിടാ എന്തെങ്കിലും എവിടെയെങ്കിലും സൈഡിലായിട്ട് വന്ന് അങ്ങനെ അവിടെ കുറേ കാലം അവിടെ കിടക്കുന്നു. അവിടുന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്ര മലയാളത്തിൽ ഇങ്ങനെ കുറേ നടക്കുന്നു. ആ സമയത്ത് പൈസയൊന്നും നമ്മുടെ കയ്യിലില്ലാതിരിക്കുമ്പോൾ നമ്മൾ അടുത്ത ഒരു ജോബ് കാര്യങ്ങൾ വേണ്ടി പോകുന്നു. ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. ചെറിയ ചെറിയ പരിപാടികൾ, അമ്പല പരിപാടികൾ, രാഷ്ട്രീയം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാത്ത പരിപാടികളില്ല. ആ സമയത്ത് LED ലൈറ്റ്സ് ഒക്കെ വന്ന് ഞാനിങ്ങനെ നോക്കി പറയാം, ഈ LED ലൈറ്റ്സ് ഒക്കെ വന്ന സമയമായിരുന്നു. ഓക്കെ, അങ്ങനെ ഗോകുലം LED-ൻ്റെ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് LED ലൈറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു. ഇതൊന്നും എനിക്ക് ഒരു എന്താ പറയുക ഒരു വിഷമം ഉണ്ടാക്കുകയോ ഞാൻ അങ്ങനെ കഷ്ടപ്പെടുക എന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലേ വന്നിട്ടില്ല ഇപ്പോഴും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. നാളെ ഒരു ബൾബ് ഇടാൻ പറഞ്ഞാലും എനിക്കറിയാം, അതറിയാം. അല്ല ഇതിലൊന്നും ഞാൻ ഭയങ്കര വിഷമിക്കുകയോ ഞാൻ അവർ ജോലി ഉണ്ടായിരുന്നു അത് കളഞ്ഞിട്ട് ഇങ്ങോട്ടോ അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് അത് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ പോയിരിക്കുന്നത്, എല്ലാ രീതിയിലും. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പടം കണ്ട് രണ്ടാമത് കാണാൻ പറ്റാത്തൊരു പടമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് നമുക്കൊരു ഫീൽ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന മൂവി. അതിൽ കണ്ടിട്ടുള്ള അതിലും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ആ പടം കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് ഞാൻ ശരിക്കും ഒന്ന് വിഷമിച്ചിട്ടുള്ളൊരു സംഭവം. ഞാൻ പിന്നെ ആ പടം കണ്ടിട്ടില്ല, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതിലും കൂടുതലാണ് എൻ്റെ അനുഭവങ്ങൾ. ഈ അതിലും കൂടുതലാണെന്ന് പറയുമ്പോഴും ഇപ്പം തന്നെ പറഞ്ഞു, ഒരു പരിധി വരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പം നിനക്ക് ഇതിന് പോയാൽ ശരിയാവുമോ, നിനക്ക് വേറെ പാരൻസ് ആയാലും കൂടെയുള്ളവരായാലും ഫ്രണ്ട്സ് ആയാലും ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പം ഓക്കെ അവരുടെ ഇവൻ രക്ഷപ്പെടുമായിരിക്കും, ഇവൻ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നുന്നത്, അവരെ കുറ്റം പറയുന്നില്ല, അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം മാക്സിമം അല്ലേ അതൊരു ഇപ്പോൾ 2000 തൊട്ട് 2014 വരെ 14 വർഷം 14 വർഷം ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ പുറകെ നടക്കുക, എന്നിട്ടൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പം എവിടെയില്ല ഒരു ഹോപ്പ് കൊടുക്കാനുള്ള സാധനം ഞാൻ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. ഓക്കെ, അപ്പം ഞാനതാ പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ വലിയൊരു പടമായിട്ട് വന്നതാണ് വീരം. ഇതിന് മുന്നേ ഞാനൊരു മൂവികൾ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം അതൊന്നും അങ്ങോട്ടങ്ങ് വർക്കായിട്ടില്ല, ഒന്നും അങ്ങോട്ട് കയറിയിട്ടില്ല. ചില ഒരു ഇതിന് പോയിട്ട് സ്പോട്ടിൽ കിട്ടിയ അവസരം മാറിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ട്, എനിക്ക് ഇതല്ല എൻ്റെ വഴി, അല്ലെങ്കിൽ ഇതല്ല ഞാൻ ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ ഞാൻ വിചാരിക്കുന്നിടത്ത് എത്തില്ല, ഞാനത് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഒരു തമിഴ് പടത്തിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് ചെന്നൈയിലോട്ട് വിളിച്ചിട്ട്, അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഇതിൽ രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ ആ സമയത്ത്, ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത്, എനിക്ക് പ്രായം കുറവാണ്, ചെന്നൈയിലോട്ട് പോവുകയാണ് ഞങ്ങൾ കൃഷിയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട്. പക്ഷേ ഈ കൃഷിയുള്ളവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങൾ ഉണ്ടാകുന്നല്ലാതെ ലിക്വിഡ് ക്യാഷ് ഉണ്ടാകാൻ ഇവർക്ക് ഓരോ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എടുക്കുന്ന കാശൊക്കെ കടം മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോയിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ലോക്കാവുകയാണ്. അതായത് ഒരു റൂമിൽ അടച്ചിട്ടിട്ട് ഞങ്ങളൊരു കുറച്ച് ദിവസങ്ങൾ, അതായത് അതൊരു ചീറ്റിംഗ് പരിപാടിയായിരുന്നു. ഫുഡ് മാത്രം ഇടയ്ക്ക് കൊണ്ടുവരും. അച്ഛനെ ഭയങ്കര ബോൾഡാണ് അച്ഛൻ, ചെറുപ്പത്തിലായാലും അച്ഛൻ്റെ പഴയ കഥകളൊക്കെ ആയാലും. പക്ഷേ അച്ഛൻ കുറച്ച് ഇതായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പേടിച്ചു. ഭയം എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു റൂമിൻ്റെ അകത്ത് ലോക്കാണ്, ആരുമില്ല. ഇവരിടയ്ക്കിടയ്ക്ക് വരും, ഓരോ പരിപാടി പറയും, കാശ് ചോദിച്ചുകൊണ്ടിരിക്കും.
പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. പൈസ കൊടുക്കാനില്ല, ഉള്ള പൈസ കുറച്ചേ ഉള്ളൂ, ബാക്കി നമുക്ക് തിരിച്ചു പോകും വേണം. എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ ഇട്ട് കൊടുത്തിട്ടുള്ള മോതിരം വരെ അവസാനം അച്ഛൻ അവരൊക്കെ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒന്നും എൻ്റെ അടുത്ത് നിന്ന് കിട്ടാനില്ല, എൻ്റെ കയ്യിൽ ഇത് ഇത്രയും പൈസ ഉണ്ട്, ഇതെനിക്ക് കുറച്ച് ഇത് വേണം, തിരിച്ചു പോകണം, ബാക്കിയുള്ളൂ നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യണം, നിങ്ങളെ പൈസ ഇനിയും നിർത്തിയിട്ട് വേസ്റ്റ് ചെയ്യാതെ. ഇതാണ് അച്ഛൻ്റെ ഡയലോഗ്. എടുത്തിട്ട് വേണ്ട, എടുത്തിട്ട് പോയി രക്ഷപ്പെടുക, ഇത്രയേ ഉള്ളൂ. അങ്ങനെ കുറേ ദിവസം അതെന്നെ ഭയങ്കര ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു ഒരു സംഭവമാണ്. പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം, കാണിക്കണ്ടേ, രക്ഷപ്പെടുത്തി കാണിക്കണ്ടേ. അപ്പോഴും ബ്രോ, നമ്മളൊരു അച്ഛനെയും കൊണ്ട് ഒരു പ്രതീക്ഷയായിട്ട് ട്രെയിൻ കയറുമ്പോഴും മനസ്സിലൊരു പ്രതീക്ഷയാണല്ലേ അവിടെ ചെന്ന്. ഞാൻ അവിടെ പോയി, അത് മെയിൻ ലീഡ് റോളാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്, മെയിൻ റോളാന്നൊക്കെ. എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തതെന്നല്ലാതെ പിന്നെ ഈ റൂമിൻ്റെ അകത്തുനിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. എത്ര ദിവസം? എനിക്ക് തോന്നുന്നു 3-4 ദിവസം ഞാൻ അവിടെ. എനിക്ക് ആ ദിവസങ്ങൾ എന്താണെന്നുള്ളൊരു ഇതല്ല, കുറേ ദിവസം ഇടയ്ക്ക് ഭക്ഷണം വരും ഒരു പ്ലേറ്റിൽ, അത് 2 ഞാൻ അച്ഛനും കൂടി കഴിക്കും. അങ്ങനെ നിന്ന് അച്ഛൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര രസമാണ്. പുള്ളിക്ക് അതൊന്നൊരു വലിയ വിഷയമൊന്നുമില്ല, എവിടെ വരെ പോകുന്നുണ്ടോ നോക്കാം എന്നുള്ളൊരു കൂടാണ്. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ആ കൂടാണ്, പോട്ടാ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനേ, ഞാൻ ഇല്ല എൻ്റെ കൂടെ എന്നുള്ള രീതിയിലാണ്. അപ്പം അവസാനം ആ മോതിരം കൂടി എറിഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞ, ഇനി നമ്മളെ പരിപാടിക്കില്ല അച്ഛൻ, നിർത്താം പരിപാടി എന്നുള്ള രീതി പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞിട്ട് പറയും. അങ്ങനെ ഞാൻ അവസാനം എനിക്ക് ഇതിന് ഞാനൊരു മറുപടി അച്ഛന് കൊടുക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഞാനൊരു തമിഴ് പടം ചെയ്തു, രുദ്രൻ എന്ന് പറഞ്ഞു, രാഘവ ലോറൻസ് സാറിൻ്റെ കൂടെ. അപ്പോൾ അതിനെ അവർ വിളിച്ചിട്ട് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് അച്ഛനെ വിളിക്കുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ ചെന്നൈക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ചാൻസ് കിട്ടിയിട്ട് ഞാൻ ചെന്നൈ പോയിട്ടില്ല പല കാര്യങ്ങൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. കൽക്കി കഴിഞ്ഞിട്ട് അത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഞാൻ അങ്ങനെ പോകുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. ആ ട്രാവലിൽ അവിടെ ചെന്നൈ ലാൻഡ് ചെയ്തിട്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറയണം, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എന്നെ കൂട്ടാൻ ഒരു ഇന്നോവയും എൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്, ഞാൻ ഇവിടെ ഒരു വലിയൊരു സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. അച്ഛന് ഓർമ്മയില്ല, പണ്ട് നമ്മളിവിടെ വന്നിട്ട് അത് ഒരു ഇമോഷൻസ് അതിലെനിക്ക് വല്ലാതെ, കാരണം എനിക്കത് ചെയ്തേ പറ്റും, കാണിച്ചു കൊടുത്തേ പറ്റും, വിജയിച്ച് കാണിച്ചു കൊടുത്തേ പറ്റും.